ప్రచారంలో భాగంగా కేరళలో ప్రధానమంత్రి నరేంద్ర మోదీ మాట్లాడుతున్నారు. లైవ్ లో చూడండి. इतनी खराब है कि उसका वर्णन करना मुश्किल है। जहां बेसिक इंफ्रास्ट्रक्चर की ऐसी कमी हो, वहां आपकी क्वालिटी ऑफ लाइफ कैसी होगी, इसका अंदाजा हर कोई लगा सकता है। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ രണ്ട് മുന്നണികൾക്ക്, ഇടത് വലത് മുന്നണികൾക്ക് ഇക്കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ നൽകിയിട്ടില്ല. നമ്മളുടെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഗ്രാമീണ ഇടറോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലം പണിയാൻ പോലും, ഒരു വൻകിട പാലം നിർമ്മിക്കാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വർണ്ണിക്കാൻ പോലും ആകാത്ത തരത്തിൽ വളരെ പരിതാപകരമാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇത്രയും അപര്യാപ്തത ഉള്ളയിടത്ത് എങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഉയരും എന്നതിനെപ്പറ്റി എല്ലാവർക്കും ചിന്തയുണ്ടാകണം. എന്റെ സുഹൃത്തുക്കളെ, केरलम में कभी बीजेपी सरकार नहीं रही, लेकिन आप सबके आशीर्वाद से, देश की जनता जनार्दन के आशीर्वाद से हम केंद्र सरकार के जरिए केरलम के विकास में कोई कोर कसर नहीं छोड़ रहे। जब कांग्रेस दिल्ली में सत्ता में थी और एलडीएफ यूडीएफ दोनों मिलकर के दिल्ली में सरकार चलाते थे, उस समय केरलम को जो मदद मिली, उसकी तुलना में एनडीए सरकार ने, मोदी सरकार ने 5 गुना ज्यादा पैसा केरलम को भेजा है। പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിട്ടില്ല. എന്നിട്ടും കേരളത്തിന്റെ വികസനത്തിനായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനദേവന്മാരുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹ ആശിസ്സോടുകൂടി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിനായി കിട്ടിയ ഒരവസരവും ഞങ്ങൾ പാഴാക്കിയിട്ടില്ല. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്തേക്കാൾ 5 മടങ്ങ് അധികം തുകയാണ് മോദി സർക്കാർ, എൻഡിഎ സർക്കാർ കേരളത്തിനായി നൽകിയത്. എന്റെ സുഹൃത്തുക്കളെ, बीजेपी एनडीए को आपकी ईज ऑफ लिविंग और क्वालिटी ऑफ लाइफ दोनों की चिंता है। हमने पीएम आवास योजना के तहत गरीबों को पक्के घर दिए हैं। जल जीवन मिशन के तहत गांव-गांव पाइप से पानी पहुंचाने का काम हो रहा है। यहां रबर के किसान बड़ी संख्या में रहते हैं। केरलम के किसानों को हमने पीएम किसान सम्मान निधि के जरिए अराउंड 13,000 करोड़ रुपए की सहायता सीधी उनके बैंक खाते में पहुंचाई है। इससे रबर के किसानों को भी बहुत मदद मिली है। പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആയാസരഹിതമായതും നിലവാരമുള്ളതുമായ ഒരു ജീവിതം നൽകലാണ് ബിജെപിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി പാവപ്പെട്ടവർക്കാണ് കേരളത്തിൽ സൗജന്യമായി വീട് നൽകിയത്. ജൽ ജീവൻ മിഷൻ അനുസരിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാനുള്ള പ്രവർത്തനവും നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ധാരാളം റബ്ബർ കർഷകരുള്ള ഒരു നാടാണ് ഇവിടം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി കേരളത്തിലെ കർഷകർക്ക് 13,000 കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി സൗജന്യമായി നൽകിയത്. കേരളത്തിലെ റബ്ബർ കർഷകർക്കും ഇതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. साथियों, नॉर्थ ईस्ट में ईसाई समाज की संख्या बहुत है। एक राज्य को छोड़ करके
नॉर्थ ईस्ट के 7 राज्यों में एनडीए की सरकार है और वहां पिछले 50-60 साल में जो काम नहीं हुआ है वो हमने करके दिखाया है। गोवा में ईसाई समाज निर्णायक है। गोवा के अंदर लगातार बीजेपी की सरकार, एनडीए की सरकार है। गोवा विकास की नई ऊंचाइयों को छू रहा है। केरल में भी एनडीए सरकार बनेगी तो विकास की नई ऊंचाइयों को पाएंगे। स्थानीय किसानों और फिशरमैन की हर समस्या का हम समाधान करेंगे। പ്രിയപ്പെട്ടവരെ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ സമുദായം, ക്രിസ്തീയ മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. അതിലെ ഒരു സംസ്ഥാനം ഒഴികെ 7 സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യത്തിന്റെ സർക്കാരാണ് ഉള്ളത്. അവിടങ്ങളിൽ കഴിഞ്ഞ 50-60 വർഷം കൊണ്ട് നടക്കാത്ത പലതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ചെയ്തു കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോവ എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഗോവ. അവിടെ തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇന്ന് ഗോവ വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ തേടുകയാണ്. കേരളത്തിലും എൻഡിഎയുടെ സർക്കാർ വരും. കേരളം വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ തൊടുമെന്ന കാര്യം എനിക്കുറപ്പാണ്. അന്ന്